ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തു വയ്ക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റർ കൊണ്ട് നന്നായി പതപ്പിക്കുക. ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്ത ശേഷം വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് അരിച്ച് മാറ്റിവെച്ച മാവ് ചേർത്ത് ഇളക്കുക. ഇളം ചൂടുപാൽ കുറേശ്ശെ ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇതോടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. 7 ഇഞ്ച് പാത്രത്തിൽ ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വയ്ക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. പാത്രത്തിൽ ബാറ്റർ ഒഴിച്ച് 190 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്ത് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് ബേക്കായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കേക്ക് 2 ലെയറായി മുറിച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി കുതിർക്കാം. ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായി അടിക്കുക. അതിലേക്ക് ഉരുക്കിയ ചോക്ലേറ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കേക്കിൻ്റെ ലെയറിൽ വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം മുകളിൽ ചോക്ലേറ്റ് സ്ക്രേപ്പ് ചെയ്ത് നന്നായി ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ വെച്ച് നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് ക്രം കോട്ടിംഗ് ചെയ്യുക.
കോട്ടിംഗ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കുക. അതിനുശേഷം കേക്ക് പുറത്തെടുത്ത് ഒരു ലെയർ വിപ്പിംഗ് ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം. അടുത്തതായി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് ഗണാഷ് തയ്യാറാക്കുന്നത്. ഒരു ബൗളിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് ഇളക്കി കൊടുക്കുക. മെൽറ്റ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുക. നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കേക്കിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായി കവർ ചെയ്ത് ഒഴിക്കാം. അതെന്നിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് സെറ്റായി കഴിഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്.